ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് സത്യഭാമ ശാലിനിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, കുടുംബശ്രീ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എത്തുമ്പോ ശാരദാമ്മ ഇങ്ങനെ അകത്തിരിക്കുന്നത് കാണാണ്. ഒരു നാണക്കേട് ഭാമയ്ക്കുണ്ട്, എങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ശാരദാമ്മയെ താൻ എത്തിയ വിവരം അറിയിക്കാണ്. ശാരദാമ്മ, ആ ഇതാര്, എനിക്ക് അകത്തേക്ക് വരാമോ? അപ്പൊ ശാരദാമ്മ പറയും, വീട്ടിൽ വന്നിരിക്കുന്നവരെ പുറത്തു നിർത്തി സംസാരിക്കുന്ന ശീലം ഈ വീട്ടിലുള്ളവർക്ക് ഇല്ല സത്യാമ്മേ. അപ്പോ സത്യാമ്മയുടെ തല താഴെയാണ്. ശാരദാമ്മ പറയും, സത്യമ്മ കയറി വരൂ. അങ്ങനെ ഭാമ അകത്തേക്ക് കയറും. അപ്പോഴേക്ക് ശാന്തേച്ചി അങ്ങോട്ട് എത്തും. അങ്ങനെ ഭാമ അകത്ത് കയറിയിട്ട് ശാലിനിയാണ് തിരയുന്നത്. ചുറ്റിലും ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാരദാമ്മ പറയും, സത്യമ്മ ഇരിക്കി. ശാരദാമ്മ ശാന്തേച്ചി ചായ എടുക്കാനായിട്ട് പറഞ്ഞയക്കണേ. അപ്പോഴും ഭാമ അവിടെ ഇരുന്നിട്ട് ശാലിനി ഇങ്ങനെ തിരയാ. ശാരദാമ്മ, കാര്യങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാലോ. എന്നിൽ നിന്നും ശാരദാമ്മയ്ക്കും കുടുംബത്തിനും നല്ലതൊന്നും ലഭിച്ചിട്ടില്ലെന്നും കുറെ അധികം മോശ അനുഭവങ്ങൾ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അറിയാം. അതെല്ലാം സാഹചര്യം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്തായിരിക്കും ശാലിനി ഈ കാഴ്ച കാണുന്നത്. ഭാമയെ കാണുമ്പോ ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനെ ഭാമ പറയണേ, പക്ഷേ എല്ലാത്തിനും ശിക്ഷ അതിപ്പോ അനുഭവിക്കുന്നത് എന്റെ മകനാണ്. അവനങ്ങനെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ജയിലിൽ കിടക്കേണ്ടവനല്ല. എനിക്ക് അവനെ പുറത്തു കൊണ്ടുവരണം. ശാരദാമ്മ പറയും, തെറ്റാര് ചെയ്താലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഒരാൾ മാത്രമല്ല സത്യാമ്മ. അനുഭവിക്കുന്ന ആളെക്കാൾ കൂടുതൽ അയാൾക്ക് ചുറ്റും നിൽക്കുന്നവരാണ്. അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരും അനുഭവിക്കണം. ഈ വീട്ടിലുള്ളവരെല്ലാം ആ ഒരു വേദനയിലാണ്. നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്റെ മോളെയല്ലേ. അപ്പൊ ഭാമ പറയും, അക്കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. എനിക്ക് അപ്പോഴും ഉള്ളിലെ ആ ഒരു ദേഷ്യമുണ്ട്. എനിക്ക് ശാലിനിയെ ഒന്ന് കാണായിരുന്നു. അപ്പോ ശാലിനി അങ്ങോട്ട് വരുന്നൊന്നുമില്ല, എല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ശാരദാമ്മ പറയും, സത്യമ്മ തെറ്റിദ്ധരിക്കരുത്. അവളെ ശാലിനിയെ തിരക്കി വരുമ്പോഴെല്ലാം സത്യമ്മ എന്തെങ്കിലും ശിക്ഷാ നടപടിയായിട്ടായിരിക്കും വരാറ്. ഭാമറിയും, ശാരദാമ്മേ, ഇത് ശിക്ഷിക്കാനൊന്നുമല്ല, രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയാ വന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒളിവും മറവും ഈ സത്യഭാമയ്ക്കില്ല. കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖം നോക്കാതെ പറയും. അപേക്ഷിക്കേണ്ട സ്ഥാനത്ത് മുഖം നോക്കി തന്നെ അപേക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ വന്നിരിക്കുന്നതും അങ്ങനെ ഒരു ആവശ്യത്തിന്റെ മുഖമായിട്ട് തന്നെയാ. ശാരദാമ്മ പറയും, സത്യാമ്മേ, സത്യാമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശാലിനി സത്യാമ്മയുടെ മരുമകള് തന്നെയാ. കൽപ്പിക്കാനും പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാനും കഴിവുള്ള അവളുടെ ഭർത്താവിന്റെ അമ്മ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനോ കൽപ്പിക്കാനോ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോ തന്നെ സത്യഭാമയുടെ തല താഴെയാണ്. തലകുനിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ശാരദാമ്മ പറയും, ഞാൻ ശാലിനിയെ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും, അമ്മേ ഞാനിവിടെ ഉണ്ട്. അപ്പോ സത്യാമ്മയും ശാലിനി ഇങ്ങനെ നോക്കണേ. അങ്ങനെ ശാരദാമ്മ പറയും, മോളിങ്ങുവാ. ശാലിനി അങ്ങോട്ട് വരുമ്പോ ശാരദാമ്മ പറയും, സത്യമ്മ നിന്നെ കാണാനാ വന്നിരിക്കുന്നത്. അപ്പോ ശാലിനി അവിടെ വന്ന് സത്യാമ്മ എന്ന് വിളിക്കുമ്പോ ഭാമ പറയും, ശാലിനി, ഞാൻ നിനക്ക് മാനസികമായും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ദ്രോഹിച്ചതില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും നീ തന്നെയാണ്. സത്യാമ്മയ്ക്ക് അതൊന്നും പറയാൻ മടിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ ഒരു സഹായം ചോദിക്കാനാണ്. നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ പറ്റൂ. ശാലിനിക്കും എന്തിനാ സത്യാമ്മ ഇങ്ങനെ പരിഹസിക്കുന്നത്? എങ്ങനെ നോക്കിയാലും ശാരദയും മക്കളും ഹോട്ടൽ പണിക്കാരാ, എച്ചിൽ പാത്രം കഴുകുന്നവരാ, വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവർ, കളക്ടറായെന്ന് കരുതി വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയാനല്ലാതെ കാൽ കാശിന് പോലും ബോധമില്ലാത്തവര്. ഇതൊക്കെ ഞങ്ങളെക്കുറിച്ച് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാ. എന്നിട്ടും ആ എന്നോട് സഹായം ചോദിക്കാൻ വരാന്നൊക്കെ പറഞ്ഞാല് ഞങ്ങളെ മനഃപൂർവ്വം പരിഹസിക്കാൻ വരുന്നു എന്ന് മാത്രമേ ഞാൻ പറയൂ. ഭാമറിയും, ശാലിനി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതെല്ലാം മറക്കാനും പൊറുക്കാനും പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ. അതൊക്കെ സാഹചര്യം. ഇനിയൊരു പക്ഷേ അതൊക്കെ നിനക്ക് മറക്കാൻ കഴിയുന്നു തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ വിഷ്ണു അതൊരു വേദനയായിട്ട് ചങ്കില് നിൽക്കണേ. അതൊന്ന് ഇറക്കി വെക്കാൻ ഇപ്പൊ എന്റെ മുന്നില് നീ മാത്രമേ ഉള്ളൂ. ശാലിനി പറയും, സത്യാമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്താ വേണ്ടത്? ഭാമ എഴുന്നേറ്റിട്ട് പറയും, വിഷ്ണുവിന് ജാമ്യം കിട്ടണം. അതിനവന് ജാമ്യാപേക്ഷയില് ഒപ്പിടുന്നില്ല. പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിച്ചു, ഞാനും പറഞ്ഞു. പക്ഷെ അവൻ അനുസരിക്കുന്നില്ല. എനിക്കറിയാം, നീ പറഞ്ഞ എന്റെ മകൻ കേൾക്കുന്നു. അപ്പൊ ശാലിനി പറയും, ഇതിനു മുന്നേ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അമ്മ പറയുന്നതിന് അപ്പുറം നടക്കാത്ത മകൻ എന്നു മുതലാ മാറി നടക്കാൻ തുടങ്ങിയത്? മകന്റെ മുഖം ഒന്ന് കറുത്തപ്പോ, ഒന്ന് അകൽച്ച കാണിച്ചപ്പോ നെഞ്ച് പിടയുന്നുണ്ടല്ലേ? ഇതുപോലെ പെടയുന്ന ഒരുപാട് നാളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അകൽച്ചയല്ല, അടർത്തി മാറ്റുമായിരുന്നു എന്നെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ. കണ്ണിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ മുന്നിൽ കണ്ടിട്ട്. മറക്കാനും പൊറുക്കാനും ഒരുപാട് സഹിക്കാനും എന്റെ ജന്മത്തിന് അമാനുഷിക കഴിവൊന്നുമില്ല. ഒരു പാവം പിടിച്ച അടുക്കളക്കാരി അമ്മയുടെ മോളാണ് ഞാൻ. സത്യാമ്മയുടെ ഭാഷയിലെ അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതി കൂട്ടങ്ങള് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോ ശാരദാമ്മ പറയും, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ശാലിനി പറയും, പറഞ്ഞു പോകുന്നതാണമ്മേ. ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവാ. മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ അമ്മേ ചെയ്യാ എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ കരയാ. ഭാമയുടെയും തല താഴ്ന്നുണ്ട്. ശാരദാമ്മേ, അവള് പറയട്ടെ, കേൾക്കാനിപ്പോ ഞാനും ബാധ്യസ്ഥയാണല്ലോ. മകന്റെ രക്ഷയ്ക്കായി ശാലിനിയെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. അവള് പറയട്ടെ. ശാരദാമ്മേ, സാധിക്കെങ്കില് ഇവളോട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പറയണം.
അവനൊപ്പിട്ടാലേ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റൂ. നിങ്ങളുടെ മകളിത് ചെയ്തു തരും തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ശാരദാമ്മേ, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങാം. ശാലിനി ഇങ്ങനെ അവിടെ നിന്ന് സങ്കടത്തിൽ കരയുന്നുണ്ട്. പോയി കഴിയുമ്പോ ശാരദാമ്മ പറയും, ഒരല്പം കൂടി പോയ മോളെ, അവസാനം സഹായം ചോദിച്ച് ഇവിടെ വന്നതല്ലേ. ശാലിനി പറയും, അത്രയെങ്കിലും ഞാൻ പറയണ്ടേ അമ്മേ, ഒരു ജന്മം പറഞ്ഞാ തീരാത്തത്ര കണക്കുണ്ട് അവരുടെ മുന്നിൽ നിരത്താനായിട്ട്. പക്ഷേ ഇപ്പൊ നമ്മുടെ സാഹചര്യം അതല്ലല്ലോ വിഷ്ണുട്ടൻ. അതൊരു വേദനയായി ചങ്കിലിങ്ങനെ നിൽക്കുമല്ലേ. ശാരദാമ്മ പറയും, എങ്കിൽ വൈകിക്കണ്ട മോള്, ഇപ്പൊ തന്നെ പോണം. മോള് പറഞ്ഞാ വിഷ്ണു കേൾക്കും, നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ. സത്യമ്മ, ഇങ്ങനൊരു ആവശ്യമായിട്ട് ഈ വീട്ടിൽ വന്നത് തന്നെ നല്ലൊരു സൂചനയാ. എല്ലാം കലങ്ങി തെളിയും മോളെ. ഈ അനുഭവിക്കുന്നതിനെല്ലാം നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും. മോള് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. അപ്പൊ ശാലിനി പറയും, വീണ്ടും സ്വപ്നങ്ങളും മോഹങ്ങളും തരാണല്ലോ അമ്മേ. ശാരദാമ്മ പറയും, അതങ്ങനെയാ. കൈവിട്ടു പോകുന്നു എന്ന് കരുതുന്നിടത്ത് ഒരു കച്ചിത്തിരും വിട്ടുതരും. രക്ഷപ്പെട്ടു പോന്നാൽ തിരികെ കിട്ടുന്നത് ജീവിതമാ. ശ്രമിക്ക, കയ്യെത്തും ദൂരത്തെ ജീവിതം ഉണ്ടെന്ന് കരുതി പരിശ്രമിക്ക, ഫലം ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് പറയണേ. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ വിഷ്ണുവിനെ കാണാനായിട്ട് വീണ്ടും അർജുൻ എത്തിരിക്കുക. വിഷ്ണു പറയും, ഞാൻ പറഞ്ഞില്ലേ അർജുൻ, എനിക്ക് ജാമ്യം വേണ്ട. എനിക്കും ശാലിനിക്കും ഒന്നിക്കാൻ കഴിയാത്ത ഈ ലോകത്തോട് തന്നെ എനിക്ക് വെറുപ്പാണ്. പിന്നെ ഞാൻ എന്തിനാ ജാമ്യത്തിൽ ഇറങ്ങുന്നത്? ഞാൻ വരുന്നില്ല. ഇതെന്റെ ലോകമാണെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. സ്വാർത്ഥ താല്പര്യങ്ങൾ എല്ലാവർക്കും, തനിക്കും അത് തന്നെയാ. അപ്പോഴും അർജുൻ കൈയും കെട്ടി ഇങ്ങനെ അതും കേട്ട് ചിരിക്കുന്നുണ്ട്. ശരി, ഞാൻ വരുന്നത് സ്വാർത്ഥ താല്പര്യത്തോടു കൂടി തന്നെയാ. തന്നെ രക്ഷപ്പെടുത്തി എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, അതല്ലേ ഉദ്ദേശിച്ചത്. സമ്മതിച്ചു. തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ എനിക്കിപ്പോ അത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അപ്പൊ വിഷ്ണു നോക്കുമ്പോ ഉണ്ടാകും ശാലിനിയെ കാണുമ്പോ വിഷ്ണുവിന്റെ മുഖത്തുള്ള ദേഷ്യമൊക്കെ പോവാ. ശാലിനി മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോ അർജുന അവിടുന്ന് മാറിക്കൊടുക്ക. ശാലിനി വന്ന് വിഷ്ണുവിന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കും. വിഷ്ണുവേട്ടാ, വാശി വേണ്ട. അർജുനേട്ടൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. അമ്മയല്ല അർജുനേട്ടനോട് ഈ കേസിന്റെ കാര്യം സംസാരിച്ചത്. സത്യാമ്മ സംസാരിക്കുന്നതിനേക്കാളും മുമ്പ് ഞാനാ സംസാരിച്ചത്. ചന്ദ്രബോസ് നോൺ അവൈലബിൾ വാറന്റാണ് വിഷ്ണുവേട്ടനെതിരെ ഉപയോഗിച്ചതെന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ അർജുനേട്ടന് ഫോൺ ചെയ്തു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ചയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് സത്യാമ്മ അർജുനേട്ടനെ വിളിക്കുന്നത്. ഈ കേസ് അർജുനേട്ടൻ തന്നെ വാദിക്കും. നമ്മൾ ജയിക്കുകയും ചെയ്യും. അതിനു മുമ്പ് ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കേണ്ടതുണ്ട്. കാർത്തിക മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? നെട്ടൂർ പാലത്തിന് താഴെ കണ്ട കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടെ തന്നെയാണോ അല്ലയോ? മരണപ്പെട്ടത് ആരാണ്? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം നമുക്ക്. ആ ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോ ജഡ്ജിയുടെ വിധി ഉണ്ടാവും, വാചകം ഉണ്ടാകും. വിഷ്ണുവേട്ടനെ നിരുപരാധികം വിട്ടയച്ചുന്ന്. അതുവരെ എനിക്ക് സഞ്ചരിക്കണമെങ്കിലേ വിഷ്ണുവേട്ടൻ ഈ ഹർജിയിൽ ഒപ്പിട്ടേ പറ്റൂ. വിഷ്ണുയ്ക്കും ഞാൻ ചോദിച്ചത് തന്നെയാ ഇപ്പോഴും ചോദിക്കുന്നത്. എന്തിന്? അപ്പൊ അർജുൻ പറയും, വിഷ്ണു നിരപരാധിയാണെന്ന് വിഷ്ണുവിനും ഞങ്ങൾക്കും അറിയാം. പക്ഷെ കോടതിക്ക് ബോധ്യം വരണ്ടേ? വിഷ്ണുയ്ക്കും അത് തന്നെയാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാ വീണ്ടും വിലക്കുകളുടെ ലോകത്ത് ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയില് പ്രതിമ കണക്കിന് ജീവിക്കാനോ? എനിക്ക് മടുത്തടോ. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. അതിന് തടസ്സമായിട്ട് ഒരാളും വരില്ലെന്ന് അർജുന് വാക്ക് തരാൻ പറ്റുമോ? അപ്പൊ അർജുൻ പറയും, വിഷ്ണു, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയില് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. എനിക്ക് ഈ കേസ് തന്നതിന് ഞാൻ ചെയ്യുന്ന പ്രത്യുപകാരവും അത് തന്നെയായിരിക്കും. ആ ഒരു ഉറപ്പ് പോരെ? വിഷ്ണു അപ്പോൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ശാലിനി, വിഷ്ണുവേട്ടൻ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇതൊപ്പിടണം എന്ന് പറയുമ്പോ വിഷ്ണു മിണ്ടുന്നില്ല. അപ്പൊ ശാലിനി അർജുന്റെ കയ്യിൽ നിന്ന് ആ ഹർജി വാങ്ങിച്ചിട്ട് വിഷ്ണുവേട്ടാ എന്ന് വിളിച്ചു കൊടുക്കുമ്പോ ശാലിനി എന്ന് വിളിക്കുമ്പോഴും ശാലിനി പറയും, ഒപ്പിട്ടേ പറ്റൂ എന്ന് പറയുമ്പോ വിഷ്ണു പിന്നെ മറുത്തൊരു വാക്കും പറയുന്നില്ല. ആ ഹർജി വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശാലിനി. പേനയൊക്കെ ശാലിനി വേഗം തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ച് വിഷ്ണു സൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ശാലിനി അത് അർജുന് കൊടുക്കുമ്പോ അർജുൻ പറയും, ഇത് മതി, അപ്പോ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞ് ഹർജി വാങ്ങിച്ച് അർജുൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ശാലിനി വിഷ്ണുവിന്റെ കൈ മുറുകെ പിടിക്കും. എന്താ വിഷ്ണുവേട്ടാ ഇത്? വിഷ്ണു പറയും, തന്നെ എനിക്ക് വേണം. താനില്ലാതെ ഇനി മുന്നോട്ട് എനിക്ക് പോവാനാവില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തുടങ്ങിയ ദിവസങ്ങളാ ഇപ്പൊ എന്നിലൂടെ കടന്നു പോകുന്നത്. അതൊരു തിരിച്ചറിവാ. താൻ എനിക്ക് ആരായിരുന്നു എന്നുള്ള തിരിച്ചറിവ്, എന്തായിരുന്നു എന്നുള്ള തിരിച്ചറിവ്, ഇനി എങ്ങനെയാവണം നമ്മൾ എന്നുള്ള തിരിച്ചറിവ്. എനിക്ക് താൻ ആരൊക്കെയോ ആണടോ. അപ്പോ ശാലിനിക്കും കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാണ്, എങ്കിൽ പറ, ഞാൻ ആരാ? ഭാര്യയാണോ? കാമുകിയാണോ? അതോ ഇത് രണ്ടുമാണോ? ഇനി അതോ ഒരു ഫ്രണ്ടാണോ? അതോ ഇതെല്ലാം ആണോ? അപ്പൊ വിഷ്ണു അറയ്ക്കുള്ളിലൂടെ ശാലിനിയുടെ കവിളി ചേർത്ത് പിടിച്ചിട്ട് പറയും, ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എന്റെ സ്വപ്നം, എന്റെ വേദനയിൽ, എന്റെ സന്തോഷത്തിൽ, എന്റെ എല്ലാം താൻ തന്നെയാണ്. താൻ എനിക്ക് വെറും പ്രണയമല്ല, പ്രാണൻ തന്നെയാണ്. എന്റെ ജീവൻ. തന്നോടുള്ള എന്റെ സ്നേഹത്തിന് അതിരുകളില്ല.
അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അപ്പോഴും ശാലിനി വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കും. വിഷ്ണുട്ടാ, നമ്മൾ തിരിച്ചു വരും. എല്ലാ തടസ്സങ്ങളും അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ ഒന്നിച്ചു ജീവിക്കും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ എന്നിങ്ങനെ പറയുമ്പോഴും രണ്ടുപേരും സങ്കടത്തോടുകൂടെ കരയുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും, ഞാൻ പോട്ടെ. അപ്പൊ വിഷ്ണു പറയും, തടവറയിലാണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവരെ എനിക്ക് കൂട്ടായിട്ട് എനിക്കത് മതി, അത് മാത്രം മതി. ഇനിയുള്ള സമയങ്ങൾ തള്ളി നീക്കാൻ അത് മാത്രം മതി എന്ന് പറഞ്ഞിങ്ങനെ ശാലിനിയെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്രയും വിഷ്ണു അവിടുന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. അവിടെ കുറുപ്പ് സാറുണ്ട്. ശാരദാമ്മ പറയും, കുറുപ്പ് സാറിന് ഈടായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോന്ന് ഞാൻ ഇതാ ഇന്നലെ കൂടെ വിചാരിച്ചതേ ഉള്ളൂ. കുറുപ്പ് സാറ് പറയും, മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളെ പരസ്പരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് പലപ്പോഴും ആലോചിച്ചു. ഇറങ്ങിയതായിരുന്നു, പിന്നെ മടിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള വീടായത്. ഇവിടെയുള്ളവർക്ക് ഇങ്ങനൊരു ആപത്ത് വരുമ്പോ വന്നു ആശ്വസിപ്പിച്ച് എന്തിനാ സങ്കടം കൂട്ടുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ ചോദിക്കും, ഇപ്പൊ ഇറങ്ങിയത് എന്തിനാണെന്ന്. ആത്മബന്ധം കൂടിയത് കൊണ്ടുള്ള കുഴപ്പാ. പിന്നെ അവരിവിടെ വന്നിരുന്നല്ലേ ആ സത്യമ്മ? ശാരദാമ്മ അതെന്നും മോളും. കുറുപ്പ് സാറ് പറയും, അവരുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഏത് രീതിയിലാ അവര് നമ്മളെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ളതാ. ഗോപാലകൃഷ്ണന് ഇക്കാര്യത്തിൽ വളരെയധികം വിഷമമുണ്ട് ശാരദാമ്മ. ശാരദാമ്മയ്ക്കും ഗോപാലേട്ടൻ വന്ന് കണ്ടിരുന്നല്ലേ? കണ്ടിരുന്നു എന്ന് മാത്രമല്ല കുറെ അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവരെ നിങ്ങളെയൊക്കെ കാണുന്നത് ചതുർത്ഥി കാണുന്നത് പോലെയാ. ഈ വീടും വീട്ടിലുള്ളവരെല്ലാം നശിച്ച് വെണ്ണീറാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ത്രീ അവര് മാത്രമാ. ആ സ്ത്രീയെ വരെ ഇവിടെ കയറ്റി സൽക്കരിക്കാന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണനെ വിഷമം ഉണ്ടാവാതിരിക്കോ? മുൻപ് ഏതെല്ലാം രീതിയിൽ നടന്നാലും ശാലിനിയുടെ അച്ഛൻ സ്ഥാനം നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയില്ലല്ലോ. ശാരദാമ്മ പറയും, ഒരാളെയും കൊച്ചാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല കുറുപ്പ് സാറേ. വീട്ടിൽ വരുന്നവരെ ആദരിക്കാനേ ഞാനും എന്റെ മക്കളും പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാ മര്യാദയോടെ സംസാരിച്ചതും നല്ല രീതിയിൽ പെരുമാറിയതും. ഈ കാണിക്കുന്ന മര്യാദയൊന്നും അവര് കാണിച്ചിട്ടില്ലെന്നാ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ശാരദാമ്മ തന്നെ എത്രയോ വട്ടം അപമാനിക്കപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അവിടുന്ന്. ഇപ്പൊ അവർക്കൊരാവശ്യം വന്നപ്പോ ശാലിനിയെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ പറ്റൂന്ന് മനസ്സിലായപ്പോ സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. ഏത് മുഖം വെച്ചിട്ടാ ശാരദാമ്മയെ അവർ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്? ഒരല്പം ആത്മാഭിമാനമുള്ള സ്ത്രീ ആയിരുന്നെങ്കില് സഹായം ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് കൈ നീട്ടുവോ? ശാരദാമ്മ പറയും, ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അത് വലിയവൻ തന്നെയാണ് കുറുപ്പ് സാറേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്